പ്രശ്നമുണ്ടാക്കിയ സംഘടനയുടെ പേര് പോലും പറയാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് നാവ് പൊന്താത്തത് എന്താണ്? പുറത്തുനിന്ന് കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ എല്ലാം ഞങ്ങൾ അങ്ങോട്ട് ശരിയാക്കി കളയാം, ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ ജനപ്രതിനിധികൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല. അങ്ങനെ ഭീഷണി നടത്തുന്ന BJP RSS ശക്തികൾ അവർ ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിന്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല. സ്കൂൾ ടൈമിൽ എന്തിനാണ് STPIയുടെ വൈസ് പ്രസിഡന്റ് കടന്നു വന്നത്? വരുന്നു കൂടെ STPIയുടെ ഈ വൈസ് പ്രസിഡന്റ് കടന്നു വരുന്നു. അദ്ദേഹം നിർബന്ധപൂർവ്വം ക്ലാസ്സിൽ ഇരുത്തണമെന്ന് നിർബന്ധിക്കുന്നു, ബലം പിടിക്കുന്നു, തർക്കം ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഈ STPIയുടെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ്. ബ്രാഞ്ച് കമ്മിറ്റിന് അപ്പുറത്തുനിന്ന് ഈ പറയുന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വരണമെങ്കിൽ കൃത്യമായിട്ട് STPIയുടെ ഇടപെടലുണ്ട്. ഈ പ്രശ്നം തന്നെ ഉണ്ടാക്കിയത് SDPI ആണെന്ന് സ്കൂളിലെ രക്ഷാകർതൃ സമിതിയുടെ അധ്യക്ഷൻ പറയുന്നു. മാതാപിതാക്കളോടൊപ്പം ഒരു പ്ലാനോടുകൂടി അവിടെ എത്തിയത് SDPI നേതാക്കളാണെന്ന് പറയുന്നു. അങ്ങനെ പ്രശ്നമുണ്ടാക്കിയ സംഘടനയുടെ പേര് പോലും പറയാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് നാവ് പൊന്താത്തത് എന്താണ്? ഈ മുതലെടുപ്പിന് ശ്രമിക്കുന്ന SDPI എന്നുകൂടി ശ്രീ ഹൈബി ഈഡൻ പറഞ്ഞിരുന്നുവെങ്കിൽ അത് മതേതര കേരളത്തിന് ഒരു മാതൃകയാവുമായിരുന്നു.